നമസ്കാരം. സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ആരുടെയും നിയന്ത്രണത്തില് നിൽക്കാത്തതാണ് പ്രപഞ്ചശക്തി. ഇതിനെ സ്വാധീനിക്കാന് പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞ മുനീശ്വരന്മാര് ഗ്രഹങ്ങളിലൂടെയാണ് പ്രപഞ്ചശക്തിയുടെ ഓരോ ഭാവങ്ങള് കണ്ടെത്തിയത്. ഗ്രഹങ്ങള് അവ ഓരോന്നിന്റെയും ഭാവങ്ങളനുസരിച്ച് ഓരോരുത്തരുടെയും ജീവിതത്തെ വിവിധ രീതിയിൽ സ്വാധീനിക്കുന്നു. ഗ്രഹചലനങ്ങൾ കാരണം ഈ ശക്തികള് തമ്മില് ഐക്യം ഇല്ലാതാകുമ്പോഴാണ് ജീവിതത്തില് ഗ്രഹപ്പിഴകളും കഷ്ടപ്പാടും ദുരിതവുമുണ്ടാകുന്നത്. ആചാര്യന്മാര് വിധിച്ച താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലൂടെ പ്രപഞ്ചശക്തികളുടെ ഐക്യം നമുക്ക് അനുകൂലമാക്കി മാറ്റാവുന്നതാണ്. അതിലൂടെ ഗ്രഹപ്പിഴ വഴിയുള്ള ദോഷങ്ങള് ഒഴിവാക്കാവുന്നതാണ്. ഗ്രഹപ്പിഴയുള്ള കാലങ്ങളില് ഓരോ പ്രവൃത്തിയും സൂക്ഷ്മതയോടെ ചെയ്യണം. അപകട സാധ്യതയുള്ള കാര്യങ്ങള് ഒഴിവാക്കണം. മനസ്സിനെ നിയന്ത്രിക്കണം. കോപവും വിദ്വേഷവും മത്സരവും കളയണം. ഗ്രഹപ്പിഴകാലത്ത് ഇഷ്ടദേവതാ ഭജനം, പതിവായുള്ള ക്ഷേത്ര ദർശനം, വഴിപാട്ട്, പൂജ, ഹോമം, യന്ത്രധാരണം, രത്നധാരണം എന്നിവ ദോഷപരിഹാര മാർഗങ്ങളാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗ്രഹപ്പിഴകളിൽ നിന്ന് മോചനം ലഭിക്കാൻ സഹായിക്കുന്ന പരമേശ്വര മാതൃകാ വർണ്ണമാല എന്ന ശ്ലോകത്തെയാണ്. ഈ ശ്ലോകം നിത്യവും പ്രദോഷകാലത്ത് പാരായണം ചെയ്ത പ്രാർത്ഥിച്ചാൽ ഗ്രഹദോഷങ്ങൾ അകലുമെന്നും അകാലമരണമുണ്ടാക്കുന്ന അപകടങ്ങൾ ഒഴിവായി കിട്ടുമെന്നും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നുമാണ് വിശ്വാസം. ശ്ലോകം ഇതാണ്. അർത്ഥം ഇങ്ങനെയാണ്. പലരും വിസ്മയത്തോടെ പ്രശംസിക്കുന്ന അത്ഭുത ശരീരത്തോടു കൂടിയവനെ, ദേവന്മാർക്കെല്ലാം തലവനെ, മഹേശ്വര നമസ്കാരം. കണക്കറ്റ സൽഗുണങ്ങൾക്ക് ഇരിപ്പിടമായവനെ, മരണത്തിനുതന്നെ മരണമേകിയവനെ, ശിവനെ നമസ്കാരം. അംബികയ്ക്കൊപ്പം ചേർന്ന സദാശിവനെ, ആനന്ദരൂപമായി വർത്തിക്കുന്നവനെ, അമൃതം പോലെയുള്ളവനെ, ആത്മാനന്ദത്തിൽ മതിക്കുന്നവനെ, മഹേശ്വര നമസ്കാരം. ചന്ദ്രകലയെ ധരിച്ചവനെ, ഇന്ദ്രാദി ദേവന്മാരിൽ സ്നേഹം ചൊരിയുന്നവനെ, സൗന്ദര്യത്താൽ സൃഷ്ടിക്കപ്പെട്ടവനെ, സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമേ, ദേവന്മാരുടെ ഈശ്വര, ശിവനെ നമസ്കരിക്കുന്നു എന്നാണ് ശ്ലോകത്തിന്റെ സാരം. ഇത് നിത്യവും ഭക്തിയോടെ ജപിക്കുന്നവരെ ഒരു കാരണവശാലും ഗ്രഹപ്പിഴകൾ ബാധിക്കുകയില്ല. അതീവ ശക്തിയേറിയ ഒരു ശ്ലോകമാണിത്. നിത്യവും ഒരു തവണ വീതം മാത്രം ജപിച്ചാൽ മതി. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്.